Hello guys, welcome to my channel MalluWare. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മോണിറ്റർ മോഡ് എങ്ങനെയാണ് എനേബിൾ ചെയ്യാമെന്നായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പോവാണ്. അതായത് മോണിറ്റർ മോഡ് എനേബിൾ ചെയ്യുന്നത് മാത്രമല്ല, എങ്ങനെയാണ് ഡിസേബിൾ ചെയ്ത് നമ്മുടെ വൈഫൈയിലോട്ട് വീണ്ടും കണക്ട് ചെയ്യാൻ പറ്റുമെന്നും കൂടെയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോണത്. കാരണം ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ കുറേ പേര് ഇതിനെക്കുറിച്ച് പറയാനില്ല. അതായത് എനേബിൾ ചെയ്യുന്നതിനെ കുറിച്ച് പറയാനുണ്ട്, പക്ഷേ ഡിസേബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാനില്ല. അപ്പോൾ ഞാൻ സംസാരിച്ച നിങ്ങളെല്ലാം നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടെർമിനൽ ഓൺ ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഓൾറെഡി റൂട്ട് ആക്സസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൂട്ട് ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലോട്ട് പോയി നോക്കാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ പോയി IW കോൺഫിഗ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഞാനിവിടെ രണ്ട് ഇൻ്റർഫേസസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നെൻ്റെ ഇൻബിൽഡ് ആയിട്ടുള്ള ഞാനിവിടെ ഡ്യുവൽ ബൂട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ രണ്ട് ഇൻ്റർഫേസ് ഉണ്ട്. ഒന്ന് WLAN 1 ഉണ്ട്, WLAN 0 ഉണ്ട്. ഇത് ഒന്ന് WLAN 0 എന്ന് പറയുന്നത് എൻ്റെ PC-ൻ്റെ ഉള്ളിലുള്ള തന്നെ വൈഫൈ ചിപ്സെറ്റ് ആണ്. പിന്നെ WLAN 1 എന്നുള്ളത് ഞാൻ അഡീഷണൽ ആയിട്ട് മേടിച്ചേക്കുന്ന എക്സ്റ്റേണൽ വൈഫൈ അഡാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് രണ്ടിൻ്റെ മോഡ് എന്ന് പറയുന്നത് മാനേജറാണ്. ഇനി ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ പോണത് എൻ്റെ എക്സ്റ്റേണൽ വൈഫൈ അഡാപ്റ്റർ എങ്ങനെയാണ് മോണിറ്റർ മോഡ് ആക്കണമെന്നാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ RFMON അടിക്കുക. RFMON എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് ആദ്യം തന്നെ RFMON അടിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മുടെ ഇൻ്റർഫേസ് അടിക്കുക. WLAN 1 ആണ് ഇന്ന് ഞാൻ കൊടുക്കാൻ പോകുന്നത്. WLAN 0 ഞാൻ ചെയ്യുന്നില്ല, കാരണം അതെൻ്റെ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ടുള്ള ചിപ്സെറ്റ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ടുള്ളതിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ WLAN 1 അടിക്കുകയാണ്, എൻ്റർ അടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം WLAN 0 എന്ന് പറഞ്ഞതുണ്ട്, WLAN 1 എന്ന് പറഞ്ഞതുണ്ട്. ഇതിൽ WLAN 0 എന്ന് പറഞ്ഞത് ക്വാൽകോം ആത്രോസ് എന്ന് പറഞ്ഞിട്ടുള്ള വയർലെസ്സിൻ്റെ ചിപ്സെറ്റാണ്. ഇതിൻ്റെ ആണെങ്കിൽ റിയൽ ടെക്കിൻ്റെയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും RFMON എന്ന് പറഞ്ഞ ആ പ്രോഗ്രാം തന്നെ എടുക്കുക. അതിനുശേഷം നമ്മുടെ ചെക്ക് കിൽ ചെയ്യുക. അതായത് നമ്മൾ ഈ RFMON പ്രോഗ്രാം നമ്മുടെ ഈ WLAN 1 എന്ന് പറഞ്ഞ ഇൻ്റർഫേസിൽ കയറി ചെന്നിട്ട് ആ ഇൻ്റർഫേസ് വെച്ചിട്ട് വല്ല പ്രോഗ്രാംസോ അല്ലെങ്കിൽ വല്ല ഫയൽസോ വർക്ക് ചെയ്യണോണ്ടൊന്ന് ചെക്ക് ചെയ്യും. ആ ചെക്ക് ചെയ്തതിനു ശേഷം അവരൊക്കെ കില്ല് ചെയ്യും. അതായത് അവരൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെക്കും. അതാണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഞാനിവിടെ എൻ്റർ അടിക്കുകയാണ്. ഇതൊരു 5 സെക്കൻഡ് 2-3 സെക്കൻഡോളം എടുക്കും ഈ പ്രോസസ്സ്. കാരണം അവർക്ക് ചെക്ക് ചെയ്യാനായിട്ടൊരു ടൈം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, എൻ്റെ വൈഫൈ ഇൻ്റർനെറ്റ് കണക്ഷൻ പോയിട്ടുണ്ട്. യെസ്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ കില്ലിങ് ദിസ് പ്രോസസ്. ഈ രണ്ട് പ്രോസസ്സസ് ഇപ്പോൾ കില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വൈഫൈ കാണില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, IW കോൺഫിഗ് അടിച്ചാൽ നിങ്ങൾക്ക് കാണാം എൻ്റെ WLAN 1 പകരം ഇപ്പോൾ WLAN 1 മോൺ, അതായത് മോണിറ്റർ മോഡിലോട്ട് ആയതിനാണ് മോൺ എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ മോഡ് കാണാം, നിങ്ങൾക്ക് മോണിറ്റർ മോഡിലോട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇനി ഒരു ടെസ്റ്റ് അടിക്കണമെങ്കിൽ RFMON WLAN 1 മോൺ എന്ന് പറഞ്ഞ അതായത് RFMON എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്മുടെ വൈഫൈ കണക്ഷൻസ്, ചുറ്റിനുള്ള വൈഫൈ കണക്ഷൻസ് ഒക്കെ റീഡ് ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഇൻ്റർഫേസ് WLAN 1 മോൺ എന്നാണ്. ഇപ്പം എനിക്ക് WLAN 1 എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ WLAN 1 മോൺ എന്ന് അടിക്കുന്നത്. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇതൊക്കെയാണ് ഞങ്ങളുടെ ചുറ്റിനുള്ള വൈഫൈസ്. ഇതാണ് ഞങ്ങളുടെയൊക്കെ ഡിവൈസസ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ മോണിറ്റർ മോഡ് എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്റർ മോഡ് എങ്ങനെയാണ് ഡിസേബിൾ ചെയ്യാമെന്ന് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ഡിസേബിൾ ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇത് എല്ലാം ക്ലിയർ ചെയ്യാണ്. ഓക്കെ, ഡിസേബിൾ ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മൾ RFMON എന്ന് പറഞ്ഞ പ്രോഗ്രാം തന്നെ നമ്മൾ വീണ്ടും യൂസ് ചെയ്യാണ്. എന്നിട്ട് നമ്മുടെ പ്രോസസ്സിങ് സ്റ്റോപ്പ് ചെയ്യാണ്. എന്നിട്ട് നമ്മുടെ ഇൻ്റർഫേസ് WLAN 1 മോൺ, നമ്മുടെ മോണിറ്റർ മോഡിലുണ്ടായിരുന്ന ഇൻ്റർഫേസ് നമ്മൾ ബ്ലോക്ക് ചെയ്യാണ്, അതായത് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് പുതിയ നമ്മുടെ ആദ്യമേ ഉണ്ടായ രീതിയിലോട്ട് ആക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് എൻ്റർ അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം WLAN 1 മോൺ എന്നുള്ളത് ഡിസേബിൾ ആയിട്ട് WLAN 1 എന്നുള്ളത് എനേബിൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് നെറ്റ്വർക്കിംഗ് റീസ്റ്റാർട്ട്. ഇതെന്ത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നെറ്റ്വർക്കിങ്ങിൻ്റെ സർവീസ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ എൻ്റർ അടിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ഇഷ്യൂ ഇല്ലാണ്ട് റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. വല്ല ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ എറർ വല്ലതും കാട്ടിയാൽ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ നെറ്റ്വർക്കിംഗ് എന്ന് മാറ്റിയിട്ട് നെറ്റ്വർക്ക് മാനേജർ അടിക്കുക. മാനേജർ. ഓക്കെ, നെറ്റ്വർക്ക് മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട്. അത് എന്തിട്ടാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ കാണാം നെറ്റ്വർക്ക് മാനേജർ ഈസ് നോട്ട് റണ്ണിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എൻ്റർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ
അപ്പോൾ അത് റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി ഒരു 3 സെക്കൻഡോളം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും നമ്മുടെ വൈഫൈ റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. നെറ്റ്വർക്ക് മാനേജർ റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, നമ്മുടെ വൈഫൈ കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വൈഫൈ ബിഗ് ബി എന്നാണ് ഞാൻ പേര് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കളി യൂസ് ചെയ്യണവർക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് പടർത്തി കൊടുക്കുക. പിന്നെ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. പിന്നെ നിങ്ങൾക്ക് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വല്ല വീഡിയോൻ്റെ വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വല്ല മനസ്സിലാവാണ്ടിരുന്നെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. കുറേ പേർക്ക് ഇത് സെയിം ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അതൊരു വീഡിയോ ആക്കി ഇടുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.